സിജു സിനിമയിൽ വരുന്നതിന് മുമ്പ് ഇന്റർവ്യൂർ ഒക്കെ ആയിരുന്നു അല്ലേ? ഞാനിങ്ങനെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ സിജുവും കുറെ ആക്ടേഴ്സിന്റെ കൂടെ ഇരുന്ന് ആക്ടേഴ്സിന് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇപ്പം സിജുവിനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യാണ്. അതറിയില്ലായിരുന്നോ? ഇന്റർവ്യൂർ ആയിരുന്നു സിജു. ഞാൻ സൈനയില് മറ്റേ സാമ്പത്തിക മാന്ദ്യം ഭയങ്കരമായിട്ട് പിടിക്കപ്പെട്ടപ്പോ എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ. അപ്പൊ സൈനയില് ഞാൻ ഇന്റർവ്യൂർ ആയിട്ട് ജോയിൻ ചെയ്തു, ഫ്രീലാൻസർ ആയിട്ട്. അവിടെ ആരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു? മഹേഷിനെ ചെന്നിട്ടുണ്ട്, മിമിക്സ് മഹേഷ്, മിമിക്സ് മഹേഷ്. പിന്നെ പീറ്റർ അറിയാവോ? നീ സൂപ്പറാടാ, അതിന്റെ സൗണ്ട് കൊടുത്ത് അവനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാണ്? പിന്നെ ഫുഡ് ഹണ്ടർ സാബ്, അങ്ങനെ കുറച്ച് പേരൊക്കെയാണ്. അപ്പൊ ഇപ്പോ ഒരു ആക്ടർ എന്നുള്ള കസേരയിൽ ഇരിക്കുകയല്ലേ, ഇപ്പൊ നമ്മള് ഇപ്പൊ ചോദിക്കുക, ഇപ്പൊ നമ്മളാണ് ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത്, ഒരു ആക്ടറിനോട് ഒരു കസേര ഇരിക്കുകയാണ്. അപ്പൊ ഇന്റർവ്യൂർ ആക്ടർ ആകുമ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്, അതെന്താണ് ഫീൽ ചെയ്യുന്നത്? ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ആക്ട് ചെയ്യുമ്പോൾ അഭിനയിക്കാതെ വേറൊന്നും ഫീൽ ചെയ്യുന്നില്ല. കാരണം ആദ്യമൊക്കെ ഇന്റർവ്യൂർ ആവുമ്പോൾ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചാണല്ലോ എനിക്കിപ്പോ ആ കസേരയിൽ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ രോമാഞ്ചം കഴിഞ്ഞ സമയത്താണ് ഞാൻ ഇന്റർവ്യൂ വരുന്നത്. മീൻസ് രോമാഞ്ചം വന്നപ്പോൾ അത് വലിയൊരു ബ്രേക്ക് എന്ന് വെച്ചാൽ ആ പടം റിലീസാകാൻ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ഇതായപ്പോഴത്തേനും റിലീസ് ആ ഡേറ്റ് കൂടുതലായി. അങ്ങനെ വന്നപ്പോഴത്തേക്കിനാണ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ അപ്പൊ അതിന് റിലീസിന് ശേഷം എനിക്കറിയാതെ ഞാൻ ഇപ്പുറത്ത് വരുമെന്ന്.